200 രൂപ ഇപ്പോഴല്ല കൂട്ടേണ്ടത്. 1600, 1800 ആക്കേണ്ടത് ഇപ്പോഴല്ല. ഭരണത്തിൽ വന്ന അടുത്ത മാസം തന്നെ ചെയ്യണമായിരുന്നു ഈ 1600, 1800 ആക്കല്. അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഗവൺമെന്റിന്റെ പ്രാപ്തിക്കനുസരിച്ച് മാറ്റം വരുത്തി നമുക്ക് വീണ്ടും സഹകരിക്കാമെന്ന്. അങ്ങനെ വരുത്താത്ത ഗവൺമെന്റ് ഇറങ്ങിപ്പോകാൻ നേരത്ത് പട്ടിക്ക് തീറ്റ എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും, അതായത് ഗുണ്ട എഴുന്നേറ്റവൻ അവന്റെ പാത്രത്തിൽ അവശേഷിക്കുന്നത് കൊണ്ടുപോയി നായയ്ക്ക് കൊടുക്കുന്നത് പോലെ കൊടുത്തേച്ചു പോകുന്നത്, ഈ പറയപ്പെട്ട 200 രൂപ എഴുന്നേച്ചു പോകുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ ജനത്തിന് കഴിയണം. നമസ്കാരം. ഈ മേഡം പറഞ്ഞത് കൃത്യമായ സത്യം തന്നെയാണെന്ന് അനുഭവിച്ചവർക്കും കാഴ്ചക്കാർക്കും ബഹുജനങ്ങൾക്കും അറിയാവുന്ന ഒരു നഗ്ന സത്യം തന്നെയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി കാണും എന്ന് കരുതുന്നു. ഓർമ്മിക്കണം നമ്മള്, അതായത് UDF ഭരണം വിടുന്ന സമയത്ത് 2015-16 നമ്മുടെ സഞ്ചിത കടം എത്രയായിരുന്നു? 1,53,200 കോടിയായിരുന്നു. ആ 1,53,200 കോടിയാണ് ഇപ്പോൾ വളർന്ന് എവിടെ എത്തിയിരിക്കുന്നു? അത് 4,81,997.62 കോടിയില് 4,81,997.62 കോടിയിൽ എത്തിയിരിക്കുകയാണ് ആ കടം. അതിനും മുകളിലാണ് കിഫ്ബി വഴിയും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും വാങ്ങിക്കുന്ന കടം. ഈ രണ്ട് കടം വാങ്ങൽ യന്ത്രങ്ങളെയും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് കടം കൊള്ളാൻ വേണ്ടി സൃഷ്ടിച്ച പ്രത്യേക സ്കീം എന്നാണ് അതിന് പറയുന്നത്. ഇനി ഈ കേരളത്തിന് വരുത്തിയ കണക്കുകൾ സത്യമാണോ അല്ലയോ എന്ന് ബഹുമാന്യ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയാവുന്ന നഗ്നമായ സത്യമാണെന്ന് മനസ്സിലാക്കുക.